അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എൻഡ് ഓഫ് ദ വേൾഡ് ആണ്. പക്ഷേ ഒരു കോണ്ടിനെൻ്റ് ആണ്, എൻഡ് ഓഫ് ദ വേൾഡ് ആണ്. പക്ഷേ ഈയിടെയായിട്ട് അങ്ങോട്ടുള്ള ഈ ഫ്ലോ ഓഫ് പാസഞ്ചേഴ്സ് കൂടി വരികയാണ്. അങ്ങോട്ട് നമുക്ക് പോകാൻ, അവിടെ ചെന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. വി ആർ ഇൻ ദ ഷിപ്പ്. സി, നമ്മളുടെ ഓരോ രാജ്യത്തിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെയുണ്ട്. അവർക്ക് ഒരു സ്റ്റേഷനുണ്ട് അന്റാർട്ടിക്കയിൽ. അപ്പോൾ ഇവിടെ ഈ ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഈ നാച്ചുറലായിട്ട് ജീവിക്കുന്ന കുറേ ജീവികളുണ്ട്. അവർക്ക് ഈ പൊല്യൂഷൻ, നമ്മൾ ഈ പൊല്യൂഷൻ കൂട്ടുകയാണല്ലോ. അപ്പോൾ ഇത് ഇനി അത് എത്ര നാളത് ചെയ്യാൻ പറ്റും, എത്ര ഒരു ദിവസം, ചിലപ്പോൾ അത് 1 വർഷമോ 2 വർഷം കൂടി ആയിരിക്കും നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ആ അങ്ങോട്ടുള്ള ഫ്ലോ തന്നെ ഇല്ലാതെ ബാൻ ചെയ്ത് ആരുടെ കൺട്രോളിലാണ് അവിടുത്തെ യാത്രകളും ട്രാവലിംഗും ഒക്കെ വരുന്നത്? മീൻസ് അതൊരു ഇപ്പോഴും ആൾതാമസമില്ല. പക്ഷെ അതേ സമയത്ത് ഒരുവിധമുള്ള എല്ലാ രാജ്യങ്ങളിലത്തെ റെപ്രസെന്റേറ്റീവ് അവിടെ ഉണ്ട്. അവർക്ക് ഓരോ, ഇപ്പൊ ഇന്ത്യക്ക് ഒരു സ്റ്റേഷൻ ഉണ്ട്. അതേമാതിരി ഒരുപാട് രാജ്യങ്ങൾക്ക് അവിടെ സ്റ്റേഷൻ ഉണ്ട്. അത് അവിടെ അവരുടെ ആ ഗവേഷണമാണത്. അന്റാർട്ടിക്കയിൽ തന്നെയുണ്ട്. അതായത് ഒരു ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടത്. അവിടെ തന്നെ സ്റ്റേ ആണ്. അത്തരത്തിലാണ് അവിടെ ഒരു മനുഷ്യ ചലനമുള്ളത്. ഇതിനകത്ത് ഏറ്റവും ഈ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഷിപ്പാണ്. ഒരു 7 സ്റ്റാർ ഹോട്ടൽ, മൂവിങ് 7 സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ മൂവ് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത്.